ഉദരഫലം എന്നുമെന്നും അനുഗ്രഹീതം. സ്വർഗാരോപിതയായവളെ സ്ത്രീകളിൽ നീ ധന്യേ, നിന്നുടെ ഉദരഫലം എന്നുമെന്നും അനുഗ്രഹീതം. നിന്നുടെ ഉദരഫലം എന്നുമെന്നും അനുഗ്രഹീതം. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ സ്വാതന്ത്ര്യ സ്വർഗാരോപണ ദിനത്തിൻ്റെ എല്ലാവിധ ഹൃദ്യതയും പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ടാതിഥി നമുക്കെല്ലാവർക്കും അറിയാം. അനേക ആത്മീയ ഗാനങ്ങൾ തിരുസഭയ്ക്ക് പ്രദാനം ചെയ്ത മിഥില മൈക്കിൾ, അനേകം ആത്മനിർവാർന്ന ഗാനങ്ങൾ. നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നു നിൽക്കണേ, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മരിച്ചാലും മറക്കില്ലാട്ടോ. അങ്ങനെ അനേക ഗാനങ്ങൾ. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ഓർക്കണം. അങ്ങനെ അനേകം ഗാനങ്ങൾ സമ്മാനിച്ച മിഥില ശാലോമിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയിൽ സമർപ്പിച്ച് പാടിയ ഒരു ഗാനം. അങ്ങനെ ശാലോമിന് വേണ്ടി ഈ സ്വർഗാരോപണ ദിനം പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സമർപ്പിത ഗാനമായി തന്നെ മിഥില പാടുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രവിക്കാം. പൂർണ്ണമായി ഞങ്ങളെ അർപ്പിക്കുന്നു. അമ്മതൻ
ഇതില ശാലോം കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ വിമലത്തിന് സമർപ്പിച്ച ഈ ഗാനം ഇതെല്ലാ ദിവസവും വിതിലയുടെ സ്വരത്തിൽ ശാലോം പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനമാണ്. ഈ ഗാനത്തിന് ഒപ്പം മറ്റനേകം ഗാനങ്ങൾ പാടുവാൻ നല്ല ദൈവം ഇതിലേക്ക് കൃപ നൽകി. അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിഥില ഇവിടെ ഡയറിക്ക് അടുത്ത് തന്നെ ജപമാല കയ്യിൽ കൊണ്ടുവന്ന് ജപമാല വെച്ചിട്ടുണ്ട്. മിഥില റെക്കോർഡിങ്ങിന് പാടുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ജപമാല മുറുകെ പിടിച്ച് ഗാനങ്ങൾ ആലപിക്കുന്നു. തീർച്ചയായും അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥവും ശക്തിയും കരുതലും കാവലും മിഥില എന്ന ഗായികയിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്, അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ആ പൾസ് ആ ഗാന വീഴ്ചകളിൽ ലഭ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹ സാമീപ്യത്തിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കൂ. തീർച്ചയായിട്ടും എനിക്ക് ജപമാല കൈകളിൽ കൊണ്ട് നടന്ന് പാടാൻ പോകുമ്പോഴാണെങ്കിലും വീട്ടിലായിരിക്കുമ്പോഴും ഇപ്പോൾ അടുക്കളയിൽ പണിയുമ്പോഴാണെങ്കിലും ഇത് കൈവെക്കാനും അടുത്ത് വെക്കാനും സ്ലാബിൽ വെക്കാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അറിയാതെ അങ്ങനെ അത് ശീലമാണ്. ഒരു ഇഴുകിച്ചേർന്ന ബന്ധം. തീർച്ചയായിട്ടും അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടു നടക്കാൻ ഓരോ ജപമാലകളുണ്ടായിരുന്നു. ഇതും അതുപോലെ കിട്ടിയൊരു ജപമാലയാണ്. അപ്പം ഞാൻ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു റെക്കോർഡിങ്ങിനെ ക്ഷണിച്ചു. ഏത് വയസ്സിലൊക്കെ റെക്കോർഡിങ്ങിലേക്ക് കടന്നു വന്നു? ഞാൻ ശരിക്കും 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട്. 8ാം ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ? അതായത് പാപിനി മറിയത്തെ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞ സമ്മതിച്ചു. വിളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ശ്രീ പീറ്റർ ചേരാനല്ലൂരായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പപ്പയുടെ കൂടെയാണ് പോവുക. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേ തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പേനോട് പറഞ്ഞില്ല, കാരണം ടെൻഷൻ അടിക്കണ്ടല്ലോ. എറണാകുളത്ത് ചെല്ലണം, വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് ചെല്ലണം. അങ്ങനെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഈ മഫ്ലറും സ്കാർഫൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല മഴയുള്ള സമയം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതുപോലെ റൂമിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് AC ആണ് റൂം, സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം പറഞ്ഞു അവരോടിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അപ്പ എന്നോട് പറഞ്ഞു, മോനെ കൊന്ത ചൊല്ലി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ കൊന്ത ഇപ്പോഴും കയ്യിലുള്ളതുകൊണ്ട് അത് പിടിച്ച് കിടന്നു. രാവിലെ എഴുന്നേറ്റ് സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ശരിക്കും അപ്പോൾ ആരെങ്കിലും ഒന്ന് പേര് ചോദിച്ചാൽ പറയാനുള്ള ശബ്ദം ഇല്ലായിരുന്നു. ആരും പറഞ്ഞാൽ വിശ്വസിക്കല്ല. അത്രയും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ പാടാൻ ചെന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ഈ പാട്ട് ജസ്റ്റ് പാടിത്തന്നു, റെക്കോർഡ് ചെയ്തെടുത്തു, പാടിയൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നു. പാടുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ. ചെറിയ ശബ്ദം മാത്രം തൊണ്ടയിൽ നിന്ന് വരുന്നുള്ളൂ. ഇനി കൊന്തയും മുറുകെ പിടിച്ച് ബൂത്തിൽ പാടാൻ കയറി. ഒറ്റ ടേക്കിനൊക്കെ എടുത്ത് പാടിയ പാട്ടാണ് നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നത്. നിലാവു പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ, സ്നേഹനാളമേ ലോകനാഥനേ. പ്രിയമുള്ളവരെ, നിലാവ് പോലെ ഉള്ളിൽ വന്നുദിക്കുന്ന ദൈവപുത്രൻ, അതിന് സഹായമായി നിത്യസഹായമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ, നിത്യജീവിതത്തിൽ ജപമാല പ്രാർത്ഥന എന്നും താങ്ങാണ്, അത് ബലമാണ്. ആ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയോടെ ദിവ്യസ്നേഹം അനുഭവിക്കുമ്പോൾ ജീവിത വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാം എന്നാണ് ഈ ഗായിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം മിഥില എന്ന ഗായികയിലൂടെ അടുത്ത ഗാനത്തിൻ്റെ ഈണങ്ങളിലേക്ക്, ഭാവങ്ങളിലേക്ക് കടന്നു വരാം.
ജപമാല പ്രാർത്ഥനയിൽ ആശ്വാസം തേടി. ജപമാല പ്രാർത്ഥനയാണെൻ ശക്തി. ജപമാല ചൊല്ലുമ്പോൾ തകർന്നടിഞ്ഞിടുന്നു ഘോരാന്ധകാരത്തിൻ ശക്തി. ജപമാല ചൊല്ലുമ്പോൾ തകർന്നടിഞ്ഞിടുന്നു ഘോരാന്ധകാരത്തിൻ ശക്തി. ജപമാല ഭക്തിയതെങ്ങും പ്രകീർത്തിച്ചു പാടും ഞാൻ മാതാവേ സ്വസ്തി. ജപമാല ഭക്തിയതെങ്ങും പ്രകീർത്തിച്ചു പാടും ഞാൻ മാതാവേ സ്വസ്തി. ജപമാല കൈകളിലേന്തി ഞാൻ പാടി. ജപമാല റാണി സ്വസ്തി. ജപമാല പ്രാർത്ഥനയിൽ ആശ്വാസം തേടി. ജപമാല പ്രാർത്ഥനയാണെൻ ശക്തി. ജപമാല കൈകളിലേന്തി ഞാൻ പാടി. ജപമാല റാണി സ്വസ്തി. ജപമാല പ്രാർത്ഥനയിൽ ആശ്വാസം തേടി. ജപമാല പ്രാർത്ഥനയാണെൻ ശക്തി. ജപമാല പ്രാർത്ഥനയാണെൻ ശക്തി. മിഥില, ജപമാല ഭക്തി അത് എങ്ങും പ്രഘോഷിച്ച് പാടും ഞാൻ മാതാവേ സ്വസ്തി. ജപമാലയെക്കുറിച്ച് മിസ്റ്റർ ഡോമിനിക്ക് പറയുന്നത്, ജപമാല നമ്മുടെ ദിവ്യനാഥൻ്റെ ദിവ്യ സുവിശേഷ സംഗ്രഹമാണ്. അത് ശക്തിയുള്ളതാണ്. അത് പ്രഘോഷിക്കുവാൻ മിസ്റ്റർ ഡോമിനിക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിഥില ഇവിടെ ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പ്രഘോഷിച്ച് പാടുമ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളോട് ജപമാല പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പാടിയിട്ടുള്ള അനേകം ഗാനങ്ങളുണ്ടല്ലോ. ഒന്ന് രണ്ട് ഗാനങ്ങൾ അതിൻ്റെ ഒരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 2-3 ലൈൻ വെച്ച് പാടുന്ന 1-2 പാട്ട് ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് ഓർക്കാവുന്ന പാട്ട് ഏതാ ഉള്ളത്? മുൾമുടി അണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന
ഈ ഗാനം മിഥിലയുടെ സ്വരത്തിൽ ഒരുപാട് പേർക്ക് സഹനത്തിന് അർത്ഥമുണ്ടെന്ന്, ദൈവം അനുവദിക്കുന്ന സഹനം കൃപയായി മാറുമെന്നും, സ്നേഹത്തോടെ തരുന്ന ഒരു സ്നേഹചുംബനമാണ് ഈശോയുടെ സഹനമെന്നൊക്കെയുള്ള കണ്ടെത്തലിൽ മിഥില ഇത് പാടുമ്പോൾ അത് അനേകം പേർക്കൊരു അനുഭവമാവുന്നു. അതുപോലെ ഓർക്കുന്നു, യോപ്രാസിയാമ്മയെ നാമകരണം ചെയ്യുന്നതിൻ്റെ ഔദ്യോഗിക ഗാനം CMC കോൺഗ്രിഗേഷൻ ഏൽപ്പിച്ച ആ ഗാനം, അത് ഏതായിരുന്നു? അത് പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കുന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും നൽകുന്ന മിഥില പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പാടുന്നതിൻ്റെ ആ അഭിഷേകം അത് ശ്രോതാക്കളിലെല്ലാം അനുഭവമാണ്. മിഥിലയുടെ കുടുംബം? എൻ്റെ ഭർത്താവിൻ്റെ പേര് പ്രശാന്ത്. അപ്പോൾ ഇനി ഞങ്ങൾ മിഥില പ്രശാന്ത് എന്ന് വിളിക്കാം. ഓക്കെ. പിന്നെ 2 കുട്ടികളുണ്ട്. മൂത്തത് മോന് 3.5 വയസ്സ്, ഇളയതൊരു മോള് 8 മാസം. മിഥില നല്ല നല്ല ഗാനങ്ങൾ ഈ ശബ്ദനാഥ താളശ്രുതിലയ ഭാവത്തോടുകൂടി തിരുസഭ മുഴുവൻ നിറയട്ടെ, അനേക കോടികൾ ഏറ്റുപാടട്ടെ, അവരാശ്വസിക്കട്ടെ, അതിനുവേണ്ടി പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുക സ്നേഹത്തോടെ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിൽ അഭിഷേകമുണർത്തുന്ന അനേക ഗാനങ്ങൾ ഇനിയും ഈ ഗായികയിലൂടെ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം എല്ലാം സംഗീതാത്മകമായി മാറുവാൻ, നമ്മുടെ ഓരോ ജീവിത പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സംഗീതം പോലെ, സ്നേഹഗീതം പോലെ സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, സ്വർഗാരൂപിതയായ നാഥേ, അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നയിക്കണമേ. ഞങ്ങളുടെ ജീവിതം സ്നേഹസംഗീതമായി ആലപിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അമ്മ എന്നും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.